नहीं करिए करिए, जब तक होगा मैं नहीं जा रहा हूँ। कंप्लेंट तो इनका हक है सर, रिसीविंग दे दीजिए हमें। नहीं डीसीपी ऑफिस में क्या करना है सर? डीसीपी ऑफिस से जाएगी सीपी ऑफिस। ठीक है, डीसीपी ऑफिस कहाँ है? हमारा पार्लियामेंट थाने का। ठीक है, चलो वहाँ चलते हैं। लेट्स गो। नमस्कार जी, कैसे हैं आप? नहीं वो डीसीपी ऑफिस भेजा हमने। आइए डीसीपी ऑफिस भेजा। അതായത് കംപ്ലൈൻറ്റുമായിട്ട് ആദ്യം കനോട്ട് പ്ലേസിലെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് അവരവിടെ നിന്ന് ഇവിടെ അല്ല DCP ഓഫീസിലോട്ട് പോകണമെന്ന് പറയുന്നത്. ഇത് ഭയങ്കര രസമാണ് ഈ വീഡിയോ കാണാൻ. ആ ഒരു സീക്വൻസ് കണ്ടു നോക്കേ. डीसीपी ऑफिस में क्या करना है? डीसीपी ऑफिस से जाएगी सीपी ऑफिस। DCP ഓഫീസിൽ പോവുക, അവിടുന്ന് പിന്നെ CP ഓഫീസിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇവർ പറഞ്ഞു വിടുക ചെയ്യുന്നത്. നോക്ക്. ठीक है, डीसीपी ऑफिस कहाँ है? हमारा पार्लियामेंट थाने का। ठीक है, चलो वहाँ चलते हैं। लेट्स गो। नमस्कार जी, कैसे हैं आप? नहीं वो डीसीपी ऑफिस भेजा हमने। आइए डीसीपी ऑफिस भेजा है। हम तो डीसीपी ऑफिस जा रहे हैं। ये कह रहे हैं न्याय के लिए यहाँ नहीं होगा, डीसीपी ऑफिस हमने पुरानी कंप्लेंट की थी, वो मैंने बताया डीसीपी ऑफिस सेम कंप्लेंट। हमने आपसे कहा कि आयोग का नंबर, आपने हमें कहा डीसीपी ऑफिस जाए। मेरे शुक्र कितना बढ़ाना അങ്ങനെ DCP ഓഫീസിലെത്തി അവിടുന്ന് വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ്. ഇത്രയും വലിയൊരു സംഭവം കണ്ടിട്ട് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കാണുവാക്കി. ये सारी मैं इनकी आंख दिखाओ, ये जो इनकी आंख गई है इसके बारे में हम FIR मांगते हैं और ये इनका हक बनता है। मैं 10 दिन 20 दिन 30 दिन 50 दिन 6 महीना वहीं बैठूंगा। നിങ്ങൾ ഇത് FIR ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ 5, 10, 15, 20, 25 ദിവസം ഞാൻ പുറത്തിരിക്കും. ഇത് നിങ്ങൾ FIR ഇട്ട് തരുന്നവരെ എന്നാണ് പോലീസ് സ്റ്റേഷനിൽ പറയുന്നത്. Sir, already no. He is requesting an individual FIR for this bullet, for the pellet injury. Okay, bhaiya. Very simple. You are not doing it, sir. കണ്ട മനസ്സിലായി നിങ്ങൾക്ക്. അതായത് ഓൾറെഡി ഒരു കേസ് പോകുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് FIR ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പോരാത്തതിന് സുപ്രീം കോർട്ടിൻ്റെ ഓർഡർ ഉണ്ട്, ഒരു 5 അംഗ സമിതിനെ രൂപീകരിച്ചിട്ട് അത് ഇട്ടിട്ടുണ്ട്. അത് പോരെയെന്ന് പറയുമ്പം രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് അതല്ല, അത് ഈ ഒരു മൊത്തം ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിൻ്റെ ടോട്ടൽ കേസാണത്. ആ ഒരു എന്താ പറയുക സമിതിയുടെ മുമ്പിൽ 13 എന്താ പറയുക ടോപ്പിക്സുകളാണ് വന്നിട്ടുള്ളത്. അവിടെ നടന്നിട്ടുള്ള മൊത്തം കാര്യങ്ങൾ 13 എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെപ്പറ്റിയാണ് അവർ അന്വേഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഇൻഡിവിജ്വൽ, ഒരു ഇന്ത്യൻ പൗരൻ വന്നിട്ട് തനിക്ക് എതിരെ അല്ലെങ്കിൽ ഒരു പെല്ലറ്റ് ഗൺ വെച്ചിട്ട് 200ഓളം ബുള്ളറ്റുകൾ, അതായത് പെല്ലറ്റുകൾ ഉപയോഗിച്ച് എൻ്റെ മേലിടിച്ചതിൽ ഒരു ഇൻഡിവിജ്വൽ FIR അവൻ ചോദിക്കുന്നത്. അതും ഇതും രണ്ടാണ്. അത് നമുക്ക് പറയണ്ട. സംഘികൾ ഇന്ന് ചാനലിൽ വന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അത് 1-2 ചാനലിൽ അത് പറയാം. നമുക്ക് വെയിറ്റ് ചെയ്യും. I will sit there until the FIR is. I will sit there 1 day, 2 days, 3 days, 5 days, 10 days, 20 days. Your government will have a problem. നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു മിന്നൽ സമരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ആദ്യം കനോട്ട് പ്ലേസിൽ പോകും, അവിടുന്ന് DC ഓഫീസിൽ പോകുമ്പോൾ അവിടുന്ന് പിന്നെ DCPൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ അങ്ങനെ പലവട്ടം ഇവരെ പല ഭാഗത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചിട്ടാണ് അവസാനം ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ, അത് പാർലമെൻറ്റ് എന്താ പറയുക പോലീസ് സ്റ്റേഷനിലോട്ട് വന്നത്. അവിടെ അവർ ഇരിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് അവസാനം മുട്ടുമടക്കേണ്ടി വന്നു. 5 മണിക്കൂറോളമാണ് അവിടെ ഇവർ ഈ ഒരു പ്രതിഷേധവുമായിട്ട് ആ പിള്ളേരും അല്ലെങ്കിൽ ആ കുറച്ച് ആളുകൾ അവിടെ ഇരുന്നത്. അതിലോട്ട് ആളുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. ആദ്യം രാഹുൽ ഗാന്ധി കുറച്ച് പേര് മാത്രം പോയ സമയത്ത് പിന്നെ ഓരോ നേതാക്കൾ വരാൻ തുടങ്ങി, ഒരുപാട് ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി, കോൺഗ്രസ് പ്രവർത്തകർ വരാൻ തുടങ്ങി. അവസാനം ഇപ്പോൾ ജെൻസി പിള്ളേർ പുറത്തിറങ്ങി. ജെൻസി പിള്ളേർക്ക് ഒരു കാര്യം കൊണ്ട് മനസ്സിലായി, ഞങ്ങളെ ജെൻസിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടെ നിൽക്കാനും പറ്റുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ഇത്രയും കാലം ഞങ്ങൾ ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടന്നു, ഇപ്പം ഞങ്ങൾക്ക് പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായതോടുകൂടി പിള്ളേർ കൂടാൻ തുടങ്ങി. അതും കൂടെ കണ്ടതോടുകൂടി പെട്ടെന്ന് തന്നെ FIR ഇട്ട് അത് കേസങ്ങെടുത്തു. FIRൽ അതായത് ഒരു മനുഷ്യനെ ജീവൻ ആപത്താകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അത് എന്ത് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടോ മൃഗങ്ങൾ ഉപയോഗിച്ചിട്ടോ അങ്ങനെയാണ് ആ BNSൻ്റെ ആ ഒരു സെഷൻ വരുന്നത്. 150 152 അങ്ങനെ എന്തോന്നാണ്, എനിക്ക് എത്ര ഓർമ്മ ഞാൻ നോക്കിയില്ല. FIRൽ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ പേരിൽ പേരറിയാത്ത ആളും ഒന്നും അറിയുന്നില്ല, ഒരുപാട് പോലീസുകാർ അവിടെ അടിക്കാൻ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ആ ഒരു FIR ഇട്ടതിൻ്റെ എഫക്റ്റാണ് നമ്മളത് കണ്ടത്. ഒരു മന്ത്രിമാർക്കും മിണ്ടാനില്ല, ആർക്കും മിണ്ടാനില്ല. ഇന്ന് പത്രങ്ങളിലും ഡിബേറ്റുകളിലും വന്ന് കിടന്ന് മെഴുകുന്ന കുറേ സംഘികളെ മാത്രമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇനി പലരും പറയുന്നുണ്ട്, നേരത്തെ എനിക്ക് ന്യൂസ് 18 ഒരു സംഘി കുത്തിരുന്ന് പറയുന്നത് കണ്ടു,
ഇന്ത്യയിലെ പോലീസും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും തഴഞ്ഞു, സ്വയം അങ്ങ് സമ്മതിക്കുക, പൊട്ടനായിക്കൊണ്ടിരിക്കുക, തഴഞ്ഞു. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ഒരു 5 അംഗ സമിതിനെ വെച്ചിട്ടില്ല, അതിനേക്കാൾ വലുതൊന്നും ഇല്ലല്ലോ. അപ്പം ഒരു മാസമായിട്ടൊന്നും നടന്നിട്ടില്ല എന്നുള്ള സുപ്രീം കോടതി 5 അംഗ സമിതിനെ 3 ദിവസം മുമ്പാണ് വെച്ചത് നമുക്കറിയാം. ഈ കുട്ടി കേസുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞൊരു മാസമായിട്ട് ഇവന് FIR ഇടണം എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നുണ്ട്. കാരണം അവനൊരു ഇൻഡിവിജ്വലാണ്. ഈ പറഞ്ഞ 5 അംഗ സമിതി എന്താ ചെയ്യാൻ പോകുന്നവരുടെ അവിടെ 13 ഇന കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ 13 സെഷനായിട്ടാണ് ഈ മൊത്തം പ്രൊട്ടസ്റ്റിനെ വെച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ 3-4 ദിവസം അവിടെ നടന്ന പ്രൊട്ടസ്റ്റ്, 3-4 ദിവസമല്ലേ, 10-20 ദിവസം നടന്ന പ്രൊട്ടസ്റ്റ്. ആ പ്രൊട്ടസ്റ്റിനെ മൊത്തത്തിൽ എടുത്തിട്ട് 13 ഇതുമാക്കിയിട്ട് ജനറിക്കലിയാണ് അവരവിടെ ഇതിനെ അന്വേഷിക്കാൻ പോകുന്നത്. ഓരോരുത്തരെ വിളിച്ചിട്ട് അവർക്ക് എന്ത് പറ്റി എന്നുള്ളതല്ല അവിടെ അന്വേഷണ വിധേയമാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ഒരു FIR ഇടാം, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും അടി കിട്ടിയിട്ടുണ്ട് വിത്ത് മെഡിക്കൽ റിപ്പോർട്ട്, മെഡിക്കൽ ലീഗോ കേസ് റിപ്പോർട്ട് രജിസ്റ്റർ ഉണ്ടോന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പക്ഷേ വിത്ത് എയിംസിന്റെ മെഡിക്കൽ റിപ്പോർട്ട് അവൻ്റെ മേലെ നിന്ന് എടുത്തിട്ടുള്ള പെല്ലറ്റുകളുടെ എണ്ണം കുപ്പിയിലാക്കി അവിടെ കൊണ്ടുപോയിട്ട് അങ്ങ് വെച്ചിരിക്കുക. അത് ആദ്യം ഇവരുടെ ഓഗസ്റ്റ് 13 തീയതി ഇവരുടെ വക്കീൽ ഈ കേസുമായിട്ട് ആദ്യം അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി. കനോട്ട് പ്ലേസിലെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇത് ജന്തർ മന്ദിറിലാണ്. ജന്തർ മന്ദിർ പോലീസ് സ്റ്റേഷനിൽ പോയി, അതായത് പാർലമെന്ററി പോലീസ് സ്റ്റേഷൻ. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അല്ല, ഇവിടെ ഒന്നും അല്ലത് എടുക്കുക, നിങ്ങൾ നേരിട്ട് DCP ഓഫീസിൽ പോകണമെന്ന്. അവിടെ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു ഇതൊക്കെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതെന്ന് അവിടെ നിന്ന് അവരെ പുറത്താക്കുക ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3 പോലീസ് സ്റ്റേഷനിൽ റിജക്റ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് രാഹുൽ ഗാന്ധി വീണ്ടും ഇതിലോട്ട് ഇൻവോൾവ് ആയെന്ന് പറയാം. അന്നത്തെ പ്രൊട്ടസ്റ്റ് നമുക്കറിയുന്നു. അന്ന് രാഹുൽ ഗാന്ധി ഈ ആളെ വിളിച്ചിട്ടില്ല, ഈ ഒരു വിദ്യാർത്ഥിനെ വിളിച്ചിട്ട് അവിടെ വന്നിട്ട് ഒരു പത്രസമ്മേളനം കാര്യങ്ങളൊക്കെ നടത്തി. അതിനുശേഷം രാഹുൽ ഗാന്ധി എങ്ങനെ ഇന്നലെ ഇതിലോട്ട് വീണ്ടും ഇൻവോൾവ് ആവുന്നതെന്നുള്ളത് ഇതിൻ്റെ FIR ഇട്ടതിന് ശേഷം ആ കുട്ടി തന്നെ വന്ന് പറയുന്നുണ്ട്. 19 വയസ്സായിട്ടുള്ള ആ കുട്ടിക്ക് അവൻ തന്നെ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വാക്കുകൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മലയാളത്തിലോട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിടാം. ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പേര് സാലി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം മുസ്ലിം ആണെന്ന്. അങ്ങനെ തെറ്റിദ്ധാരണത്തിൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റി BJP ചെറ്റകൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റി. എല്ലാവരുടെയും വിചാരം എൻ്റെ പേര് ഇങ്ങനെയൊക്കെ സാലിഹ് എന്ന് കേൾക്കുമ്പോൾ ഞാനൊരു മുസ്ലിം ആണെന്നാണ്. പക്ഷേ ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എനിക്കെതിരായിട്ടുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വന്നതെന്നും പറഞ്ഞിട്ടാണ് ഇവർ തുടങ്ങുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഒരുപാട് നന്ദി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പരാതി രജിസ്റ്റർ ചെയ്യാൻ സഹായിച്ചതിന് യാതൊരു മീഡിയ കവറേജും ഇല്ലാതെ തന്നെ കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹത്തിൻ്റെ ടീം എൻ്റെ റൂമിലുണ്ടായിരുന്നു. കൂടാതെ നിരന്തരം എൻ്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം യാതൊരു മീഡിയ കവറേജും ഇല്ലാതെയാണ് കഴിഞ്ഞൊരു മാസമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതായത് മീഡിയയുടെ മുമ്പിൽ വരാൻ യാതൊരു പ്ലാനും ഞങ്ങൾക്കില്ലായിരുന്നു. എന്നാൽ ഇന്നലെ മെനഞ്ഞാത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ എനിക്ക് വന്നു. ആരോഗ്യ വിവരങ്ങൾ ചോദിച്ചു. എൻ്റെ FIR രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നമുക്ക് നാളെ ഒന്ന് കാണാം എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ FIR രജിസ്റ്റർ ചെയ്യാൻ നാളെ ഞാൻ കൂടെ വരാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നെ ഇത്രയും സഹായിച്ചതിന് ഞാൻ അദ്ദേഹത്തോട് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഈ കുട്ടി പറയുന്ന കേട്ടോ. അതോടൊപ്പം ഇന്ത്യയിലെ ജനങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. ഞാൻ കിടപ്പിലായപ്പോൾ അവർ എനിക്കായി പ്രാർത്ഥിച്ചു. എൻ്റെ ശരീരത്തിൽ 200ഓളം പെല്ലറ്റുകൾ തറച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അവരുടെ മുമ്പിൽ നിവർന്ന് നിൽക്കുന്നുണ്ട്. എൻ്റെ കാഴ്ച വൈകാതെ തിരിച്ചു ലഭിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കട്ടെ. നിങ്ങളുടെ പോരാട്ടത്തിന് ഇനി നീതിയുടെ വിജയമാണ്. ഇത് നീതിയിലേക്കുള്ള മറ്റൊരു ചുവടുവെപ്പാണ്, ഇതിൻ്റെ ആദ്യപടിയാണ്. എന്നാൽ അദ്ദേഹത്തെക്കാൾ ഏറെ എനിക്ക് സങ്കടമുണ്ട്. പ്രതിപക്ഷ നേതാവ് ഒപ്പമുണ്ടായിട്ടും ഒരു പരാതി കാണിക്കാൻ എനിക്ക് 8 മണിക്കൂർ സമയമെടുത്തു. ഞാനൊരു സാക്ഷിയായി ഇവിടെ നിൽക്കുന്നു. എൻ്റെ ശരീരത്തിൽ 200 പെല്ലറ്റുകളുണ്ട്. എന്നിട്ടും എൻ്റെ FIR എടുക്കാൻ 8 മണിക്കൂർ ഈ ഒരു സമരം അല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇവിടെ വേണ്ടി വന്നു. അദ്ദേഹം കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പരാതി അവർ സ്വീകരിക്കുമായിരുന്നില്ല. ഓഗസ്റ്റ് 14 മുതൽ ഞാൻ FIR-നായിട്ട് അലഞ്ഞു നടക്കുകയാണ്. ആരോഗ്യം ഭേദമായിട്ടും 7-8 ദിവസങ്ങൾക്ക് ശേഷം FIR ഫയൽ ചെയ്യുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇന്നലെ സംസാരിച്ച ശേഷമാണോ വിശ്വാസം നിങ്ങൾക്ക് വന്നത് എന്ന്. അതെ, എനിക്ക് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട്, അതായത് രാഹുൽ ഗാന്ധിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. പരാതി തീർച്ചയായും രജിസ്റ്റർ ചെയ്യപ്പെടുമെന്ന് ഈ രാജ്യത്തെ ഓരോ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്. നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ ശബ്ദം അടിച്ചമർത്താൻ ആർക്കും കഴിയില്ല. ഇന്ത്യയിൽ ഇന്ന് ജനനായകൻ കൂടെയുണ്ട്. ഇതോടൊപ്പം എന്നെ ഒരുപാട് സഹായിച്ച എയിംസിലെ ഡോക്ടർമാരോട് ഞാൻ നന്ദി പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുക കേട്ടോ. രാഹുൽ ഗാന്ധി പറയുന്നത്, നിങ്ങളിപ്പോൾ പറഞ്ഞത്, അതായത് ഇതൊരു തുടക്കമായിട്ടാണ്, നീതിയിലേക്കുള്ള ആദ്യ പടിയാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് പറഞ്ഞ് അതിൻ്റെ FIR കാണിക്കാണ്. ഒരു മാസമായി അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞു. ശരീരത്തിൽ പെല്ലറ്റുകളാണ് ഈ ഒരു കുട്ടിക്ക്. കണ്ണിലും പരിക്കുണ്ട്. ആ കണ്ണുകൊണ്ട് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല. ഹൃദയത്തിൻ്റെ സമീപത്ത് 3-4 പെല്ലറ്റുകളുണ്ട്.
ഒരു യുവാവിനോട് അനീതി കാണിച്ചിരിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. എന്നിട്ടും രാവിലെ 11:30 ഇവിടെ വന്ന് ഞങ്ങൾ ഒരു മാസമായിട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല 11:30 വന്നിട്ട് ഇപ്പോൾ 7:30 FIR ഫയൽ ചെയ്യാം എന്ന് സമ്മതിച്ചിട്ട് അവർ ഒരു പുതിയ FIR ഫയൽ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഇതാണെന്നാണ് പറയുന്നത്. ഈ രാജ്യത്ത് എത്ര സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്, എത്ര കുട്ടികൾ കൊല്ലപ്പെടുന്നു, എത്ര പേർക്ക് വെടിയേൽക്കുന്നു, എത്ര പേരുടെ ശരീരത്തിൽ പെല്ലറ്റുകൾ തറയ്ക്കുന്നു. ഇത് ന്യൂഡൽഹിയാണ്, അതായത് ഇന്ത്യയുടെ മധ്യഭാഗമാണ്, കൃത്യമായിട്ട് ഡൽഹിയുടെ മധ്യഭാഗം. ഈ മധ്യഭാഗത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പോലും നീതി ലഭിക്കുന്നില്ലെങ്കിൽ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ നഗരങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് നിങ്ങൾ ഊഹിച്ച് നോക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു ഇന്ത്യൻ പൗരന് വേണ്ടിയിട്ട്, അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അവൻ്റെ പിതാവിന് വേണ്ടി ഞങ്ങൾ നീതി ചോദിക്കുക മാത്രമാണ് ചെയ്തത്. അതിനുവേണ്ടി 8 മണിക്കൂറാണ് വേണ്ടി വന്നത്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്തെന്നാൽ അന്തിമ അനുമതി ഹോം സെക്രട്ടറി അമിത്ഷായുടെ ഭാഗത്തു നിന്നാണ് വന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും നേരം കാത്തു നിന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു അനുമതി കിട്ടി. അതിനുശേഷം ഫൈനൽ FIR നൽകിയത്, FIR തടഞ്ഞു വെച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ പാവം പോലീസുകാർക്ക് FIR ഫയൽ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, അവരത് ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ മുകളിൽ നിന്നുള്ള നീതിക്ക് ബ്രേക്ക് ഇട്ടിരുന്നു. നന്ദി. അത് വ്യക്തമാണ് ആരാണ്. അതായത് പോലീസുകാർക്ക് ഓക്കെ ആയിരുന്നു തരാൻ, അവർക്കറിയാം ഇത് കേസ് എടുക്കേണ്ട കാര്യമാണ്. പക്ഷേ മേലെന്ന് ഹോം സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന്, അമിത്ഷായുടെ ഭാഗത്തുനിന്ന് സമ്മതം കിട്ടിയിരുന്നില്ല. ഇപ്പോഴാണ് ആളുകൾ കൂടുന്നുണ്ട്, കുട്ടികൾ കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സമ്മതം കിട്ടിയത്. ഇതാണ് ഞാൻ തുടക്കത്തിൽ തംബ്നെയിലിൽ വെച്ച പോലെ പപ്പു എന്ന് വിളിക്കുന്ന രാഹുൽ ഗാന്ധിനെ നിങ്ങൾ പപ്പുവാക്കാം. കുറച്ചു കാലമൊക്കെ നിങ്ങൾക്ക് പപ്പുവാക്കി ഇങ്ങനെ ബാക്കിയുള്ള ആളുകളെ പറ്റിച്ച് നടക്കാം. യഥാർത്ഥത്തിൽ പപ്പു തൊപ്പി ഇപ്പം കൊടുക്കേണ്ടവർ ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലപോലെ പുറത്തോട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരു പപ്പുവിന് വേണ്ടി വാദിച്ചിട്ടും കാര്യമില്ല. നിങ്ങളെ തൂക്കാനുള്ള എല്ലാ പരിപാടികളും ആ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആളുകൾക്ക് പച്ചക്ക് സത്യം മനസ്സിലായി. ഇതാണ് കാര്യം. ഇതാണെങ്കിലും ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു സ്ട്രൈക്കിൻ്റെ വിജയം, അത് വിജയം തന്നെയാണ്. അതിനെ നിങ്ങൾ എവിടെയൊക്കെ കിടന്ന് ഏതൊക്കെ ചാണകം വെച്ച് അങ്ങനെ മറച്ചു കഴിഞ്ഞാലും ചാണകം താഴെ വീട് ഉള്ളിലെ യഥാർത്ഥ ആ ഒരു സത്യം ഉണ്ടല്ലോ, അത് പുറത്തു വരികയും ചെയ്യും. പോട്ടടാ സംഖ്യകളെ.